അപ്പോൾ ഇന്ന് എൻ്റെ ബേക്കിംഗ് ജേണിയുടെ ബാക്കി സ്റ്റോറിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഓരോ എക്യുപ്മെൻറ്റ്സും വാങ്ങുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഓരോ ഓർഡറിൽ നിന്നും കിട്ടുന്ന വരുമാനം വെച്ചിട്ടാണ് ഞാൻ ഓരോ എക്യുപ്മെൻറ്റ്സും വാങ്ങിക്കൊണ്ടിരുന്നത്. അതിൽ ഞാൻ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത് മീഷോയിൽ നിന്ന് ഒരു ബേക്കിംഗ് സെറ്റായിരുന്നു. ടേൺ ടേബിളും പിന്നെ മെഷറിംഗ് കപ്പ്, സ്പൂണ് ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സെറ്റായിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ആദ്യമേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴെല്ലാം നമ്മൾ ബേക്ക് ചെയ്യുന്നത് ആ ദോശക്കല്ല് വെച്ചിട്ടാണ്, അതിൻ്റെ പുറത്ത് ടിന്ന് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ ബേക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഉരുളി പോലുള്ള സംഗതി വാങ്ങിയിട്ടുണ്ടായിരുന്നു അലുമിനിയത്തിൻ്റെ. അപ്പോൾ അതിലാണ് ഏകദേശം 1.5-2 വർഷം വരെ ആ ഒരു ഇതിലാണ് ബേക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം കുറച്ചുകൂടി വർക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ ക്രിസ്മസൊക്കെ ആയപ്പോൾ കുറച്ച് അത്യാവശ്യം ആദ്യത്തെ ക്രിസ്മസിന് അത്യാവശ്യം വർക്കുണ്ടായിരുന്നു. ആ സമയം ഞാൻ ഒരു ബിരിയാണി ചെമ്പ് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഓവൻ വാങ്ങാനുള്ള ഒരു ധൈര്യം പോരാ, അതൊന്നും വാങ്ങാൻ തീരുമാനം എടുക്കാത്തത്. കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴും ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട്. അത് നല്ല കാര്യമായിട്ട് തന്നെ വരാറുണ്ട്. എനിക്ക് എഴുന്നേറ്റ് എൻ്റെ ജോലികൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും കഠിനമായിട്ടുള്ള രീതിയിൽ തന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ ഒരു 2-3 മാസം, ചിലപ്പോൾ 6 മാസം ഇങ്ങനെയൊക്കെ അങ്ങ് നീണ്ടു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെയൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വഴിയിലാകിപ്പോകുമോ എന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ പതിയെ തന്നെ കൊണ്ടുപോകാം എന്ന് കരുതിയിട്ടാണ് ഞാൻ വാങ്ങാതിരുന്നത്. അങ്ങനെ ഒരു 3 വർഷം വരെ ഇലക്ട്രോണിക് മെഷീന് ആയിട്ട് ഒരു ബീറ്റർ അല്ലാതെ മറ്റൊന്നും ഇല്ലാതെ തന്നെ ഞാൻ നല്ല രീതിയിൽ സെയിൽ നടത്തിക്കൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാറുണ്ട്. അപ്പോഴെല്ലാം കുറച്ച് റെസ്റ്റ് എടുത്ത് ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഇത് തുടങ്ങി വെച്ച ഉടനെ നമുക്ക് ഒരുപാട് വർക്കൊന്നും കിട്ടത്തില്ല. വല്ലപ്പോഴും ഓരോ വർക്കായിരിക്കും കിട്ടുന്നത്. കൂടുതൽ പേര് അറിയുമ്പോഴായിരിക്കും നല്ല വർക്ക് വീണ്ടും കിട്ടുന്നത്.